നല്ല മഴയും തണുപ്പൊക്കെയല്ലേ. ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ല അത്താഴത്തിനോ ഒക്കെ നല്ല ചൂട് ഉലുവക്കഞ്ഞി ആയാലോ. വളരെ ഹെൽത്തി ആയൊരു ഉലുവക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. അതിനു വേണ്ടി 1/2 ഗ്ലാസ് നുറുക്കരി എടുത്തിട്ടുണ്ട്. അവരരി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ പച്ചരി എടുക്കുക. അവരരി ഉണ്ടായാൽ നല്ലതാണ്. പിന്നെ 2 സ്പൂൺ ഉലുവ തലേദിവസം കഴുകി കുതിർത്ത് വെച്ചതാണ്. അത് ആ വെള്ളത്തോട് ചേർത്തു. പിന്നെ 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ അല്ലെങ്കിൽ ഷുഗറുള്ളവർക്കും ഒക്കെ നല്ലതാണ് ഉലുവക്കഞ്ഞി. ഷുഗറുള്ളവർ മധുരമില്ലാണ്ട് ഉപയോഗിച്ചാൽ മതി. ഞാൻ മധുരം ഇട്ടതാണ് ഇടുന്നത്. അപ്പോൾ കുക്കറിൽ 2 വിസിൽ 2 3 വിസിൽ വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം. അതിൽ 3-4 ചെറിയുള്ളിയും 1/2 സ്പൂണ് ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. അല്ലെങ്കിൽ അധികം മതിയണ്ട, ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചതച്ചാലും മതി. അല്ല തേങ്ങാപ്പാലെടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിനാവശ്യമായ ശർക്കര, നമ്മൾ വെല്ലം എന്ന് പറയും. ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം. എനിക്ക് മധുരം അത്ര ഇഷ്ടമില്ല. അപ്പോൾ നമ്മുടെ ഉലുവയും അരിയൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നു. ശർക്കര എൻ്റെ ഇത് നല്ല ശർക്കരയാണേ. കല്ലും മണ്ണെല്ലാം ഉണ്ടെങ്കിൽ ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ പൊടിച്ചിട്ടിട്ട് കൊടുത്തു. ഇനി അരിയും ഉലുവയും ശർക്കരയും എല്ലാം കൂടി ഒന്ന് വെന്ത് എല്ലാം കൂടി ഒന്ന് പൊടിക്കണം. ഒരു നുള്ളു ഉപ്പ് ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് തിളച്ച് സെറ്റായതിന് ശേഷം, മധുരമൊക്കെ അതിന് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഉള്ളിയും ജീരകവും ഒന്ന് ചതച്ച് ചേർത്താൽ മതിയേ. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ഒരു വറവിടുന്നുണ്ട്. കുറച്ച് നെയ്യ് എടുക്കുന്നു. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നല്ല ഹെൽത്തി ആയ ഒരു ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. എല്ലാവരും ഉണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ കർക്കിടകത്തിൽ ഉണ്ടാക്കി കഴിച്ചോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് പറയണം. നമ്മുടെ ചൂട് ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കാം. താങ്ക് യു.